പ്രാവശ്യം ഞങ്ങൾ ഭരിക്കാൻ തന്നെയാണ് താല്പര്യം. കോഴിക്കോട് കോർപ്പറേഷൻ BJP ഭരിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്ലായി 37 വാർഡിൽ ഈ പ്രാവശ്യം താമര വിരിയും, അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രവർത്തനമാണ്, വീട് വീടും കയറിയുള്ള പ്രവർത്തനമാണ് BJP കാഴ്ചവെക്കുന്നത്. BJP ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികളെല്ലാം ഈ വാർഡിൽ നടപ്പിലാക്കുന്നതാണ് ഈ ജനങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഗ്ലാമർ പോരാട്ടം നടക്കേണ്ടുന്ന ഒരു സ്ഥലമായിരുന്നു കല്ലായിലെ 37 വാർഡ്. VM വിനു ആയിരുന്നു ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് വോട്ടില്ലാതായതോടുകൂടി തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി മറ്റു ഭാഗത്തുള്ള, അതായത് LDFന്റെയും അതോടൊപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥികൾ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം NDA സ്ഥാനാർത്ഥി കൂടിയ രതീഷ് പുല്ലുന്നി അല്ലേ, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. കാരണം വലിയ ആവേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം കൂടുതൽ ആളുകളുമായി ചേർന്നുകൊണ്ടാണ് ഓരോ വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വലിയൊരു ആവേശമുണ്ടല്ലേ? അതെ, വലിയൊരു ആവേശമുണ്ട്. കല്ലായി 37 വാർഡിൽ ഈ പ്രാവശ്യം താമര വിരിയും, അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രവർത്തനമാണ്, വീട് വീടും കയറിയുള്ള പ്രവർത്തനമാണ് BJP കാഴ്ചവെക്കുന്നത്. VM വിനു മത്സര രംഗത്തില്ല, അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടോ? അത് ഇല്ല, അതൊരിക്കലും ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ VM ഇവിടെ കോൺഗ്രസ്സുകാർ വിഡ്ഢികളായിട്ടാണ് അയാളെ കൊണ്ടുവന്നത്. ഇവിടെ വോട്ട് ചേർത്താതെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്രയും വലിയ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അയാളൊരു വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു. എന്താണ് BJP ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആശയങ്ങൾ? കേന്ദ്ര പദ്ധതികൾ ഒരുപാട് ഈ വാർഡിൽ നടപ്പിലാക്കാനുണ്ട്. അതൊന്നും ഇവിടുത്തെ ഈ 15 വർഷമായി ഭരിച്ച കോൺഗ്രസ് കൗൺസിലർ നടപ്പിലാക്കിയിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ BJP ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികളെല്ലാം ഈ വാർഡിൽ നടപ്പിലാക്കുന്നതാണ് ഈ ജനങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്. നിലവിൽ 7 സീറ്റുകളാണ് BJPക്കുള്ളത്. അത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് താങ്കൾക്കൊക്കെ ഉള്ളത്? കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റാണെങ്കിൽ 21 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്താണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഭരിക്കാൻ തന്നെയാണ് താല്പര്യം. കോഴിക്കോട് കോർപ്പറേഷൻ BJP ഭരിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകളടക്കമുള്ള ആളുകളാണ് വോട്ട് തേടാൻ ഒപ്പം ഇറങ്ങിയിരിക്കുന്നത്. അതെ, വലിയൊരു ആവേശം. അതെ, വലിയൊരു ആവേശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് BJP ഈ പ്രാവശ്യം കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ 45 വർഷത്തോളം LDF ഭരിച്ചു, അവിടെ വലിയ തരത്തിലുള്ള അഴിമതികളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ BJPക്കും അതിലൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അത് ഈ കോൺഗ്രസ് പറയലോ വിഡ്ഢികളാണ്, ഇതിന് കൂടുതൽ നമുക്ക് പറയാനില്ല. അതായത് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഒരു കാര്യം, ഒരു സമരം പോലും ആ കോർപ്പറേഷനിൽ അവർ ചെയ്തിട്ടില്ല. BJP കഴിഞ്ഞ മാസങ്ങളായി 5 ദിവസമുള്ള സമരം, ഒരുപാട് സമരമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, മീഡിയാസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താണ് കോൺഗ്രസിന് ഇത്. അവരാണ് അവരെ കൂടെ നിന്നിട്ട് ഈ അഴിമതിക്കൊക്കെ കൂട്ടി നിൽക്കുന്നത്, BJP അല്ല. LDFനെയും UDFനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് NDAയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.